ജോലിയും കഴിഞ്ഞ് രാവിലെ അടുക്കളയിൽ ചെന്ന് കയറിയപ്പോൾ അമ്മ നല്ല മുട്ടൻ കലിപ്പ് മൂട്. ചായ എടുത്ത് നേരെ ബാൽക്കണിയിൽ ചെന്ന് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ച് എന്തിനു വെറുതെ ഇവിടെ ഇരിക്കണത്, പുറത്തേക്ക് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ച്. പിന്നെ ഒന്നും നോക്കിയില്ല, പതുക്കെ സൂസീനെ എടുത്ത് നേരെ പുറത്തോട്ടങ്ങ് ഇറങ്ങി. രാവിലെ ഇറങ്ങിയതേ ഉള്ളൂ വെറുപ്പിക്കൽ തുടങ്ങി. ഓവർടേക്ക് ചെയ്ത് പോയി പോട്ട്. വളവിൽ കൊണ്ട് ഹാൻഡ് സിഗ്നലോ ഒന്നുമില്ലാതെ കൊണ്ട് ചവിട്ടി നിർത്തി. എന്നെ ഇന്നാ തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ ഇതാ പോണ മാമൻ. ഇവൻ എവിടെ നിന്നേ ഭൂമിയുടെ അടിയിൽ നിന്ന് പൊട്ടി മുളച്ചതാ. എൻ്റെ അമ്മ കണ്ടതുപോലുമില്ല അവനെ. ഇത്രയും ട്രാഫിക്കിൽ വണ്ടി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ എടുത്ത് ചാടണത്. വീരൻ തന്നെ അവൻ. ഞാനേ ലെഫ്റ്റ് സൈഡ് ഓവർടേക്ക് ചെയ്യണ്, അതിൻ്റെ ലെഫ്റ്റ് എൻ്റെയിൽ കൂടെ ചേച്ചി ഓവർടേക്ക് ചെയ്ത് ആ വാണം വിട്ട പോകണം. എൻ്റെ പൊന്നോ, അങ്ങനെ ഞാൻ എൻ്റെ സ്ഥിരം തട്ടകത്തിലേക്ക് എത്തി. ഇത് കിടു സ്ഥലമാണല്ലേ, ഒരു രക്ഷയില്ല, വേറെ ലെവലായിട്ടുണ്ട്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, ഭയങ്കര സമാധാനമാണ്, ഒരു രക്ഷയില്ലായിരുന്നു. പ്രത്യേകിച്ച് ഓഫീസ് ടൈമിൽ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ചെവി കീറും, ഭ്രാന്താവും. ആ സമയത്ത് എന്നിരിക്കാൻ പറ്റിയ സ്ഥലം, സമാധാനമായിട്ട്, ഒരു രക്ഷയില്ലായിരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? പഴയ ജാക്കറ്റാണ് കേട്ടോ, പക്ഷെ എന്നാലും നമ്മളിടുമ്പോൾ കൊള്ളാം. ഒരു രക്ഷയില്ലാത്തൊരു എസ്തെറ്റിക് പരിപാടി തന്നെയല്ലേ ഇതൊക്കെ. അത് നല്ല നേരത്തെ ആയതുകൊണ്ടാണ് തിരക്ക് കുറവ്. പക്ഷെ തിരക്കുള്ളതിനെക്കാട്ടിലും തിരക്കില്ലാത്തതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ ടർഫ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് തന്നെ ആയിപ്പോയി. അത്രയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കാൻ പറ്റി. ഒട്ടും പ്രതീക്ഷയില്ല, അതാണ് മെയിൻ സംഭവം. ഒരു പുഷ്പനാണല്ലോ അബി, വെറുതെ അനന്തതയിൽ നോക്കി ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടങ്ങിരുന്നു. ഞാനൊരു ഡ്യുക്കാട്ടി ഫാനായതുകൊണ്ടാണ് ഡ്യുക്കാട്ടിയുടെ ഷൂ അടിച്ചത്. ഒരു രക്ഷയിലായിരുന്നു കേട്ടോ ഇവിടെ ഇരിക്കാനായിട്ട്. വന്നിരുന്നു നോക്കാം, അപ്പോൾ മനസ്സിലാവും. ഒന്നും നോക്കണ്ട, വീട്ടിലോട്ട് വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ച് സൂസി എടുത്ത് അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. വീട്ടിൽ വന്നപ്പോൾ നല്ല പുട്ടും കണവ് മീൻകറിയും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. അമ്മ കട്ടൻ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. സത്യം പറയാമല്ലോ, പുട്ടും കണവ മീൻകറിയും പപ്പടം കൂടെ എടുത്തിട്ട് പൊടിച്ച് ഒരലക്കലക്കി, എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം കഴിച്ചിട്ടില്ലെങ്കിൽ. അറുത്തരച്ച മീൻകറി ആയതുകൊണ്ടുള്ള ഒരു പ്രത്യേക രുചിയുണ്ട്. വിശപ്പ് മാറാത്തതുകൊണ്ട് വീണ്ടും കുറച്ച് ചോറും കുറച്ച് കണവ് മീൻകറിയും കൂടെ മിക്സ് ചെയ്ത് ഒരലക്കലക്കി ഞാൻ. ഒരു രക്ഷയിലായിരുന്നു. അങ്ങനെ ഉച്ചയായപ്പോൾ തന്നെ ചോറ് കഴിക്കലും കാപ്പി കുടിക്കലും എല്ലാം കഴിഞ്ഞു. അമ്മ പിണക്കത്തിലും കലിപ്പിലും ഒക്കെ ആയിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വേൾഡ് EMI ഡേ അല്ലേ, 2-ാം തീയതി. ഞാൻ 900 രൂപ കുറച്ചാണ് അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്നത്. അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് EMI എടുത്തിരിക്കുന്നത്. സോ അതാണ് അമ്മ കലിപ്പിലായത്.